ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തോ സ്വപ്നമൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് അലാറം അടിച്ചത്. എഴുന്നേൽക്കാൻ നല്ല മടി തോന്നിയിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് നിവൃത്തിയില്ലല്ലോ എഴുന്നേൽക്കാണ്ട്. മക്കൾക്ക് സ്കൂളിൽ പോകണം, അവർക്ക് ടിഫിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. നമ്മൾ എഴുന്നേൽക്കാതെ പറ്റില്ല. മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ തനിയെ നമ്മൾ ആ ടൈമിൽ എഴുന്നേൽക്കും. പക്ഷേ എഴുന്നേറ്റ് പണികളൊക്കെ കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനും സന്തോഷമാണ്. അപ്പം ഞാൻ പതിവ് പോലെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. അത് കഴിഞ്ഞ് റെഡിയായി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് കിച്ചണിലോട്ട് ഒരു 5 ആകുമ്പോഴാണ് വരിക. ചില സമയത്ത് ഈ സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. എഴുന്നേറ്റ വശം തന്നെ ചിലപ്പോൾ അങ്ങനെ ഉറക്കം അങ്ങോട്ട് പോകാണ്ടാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടന്ന് ചിലപ്പോൾ സമയം പോകാറുമുണ്ട്. എന്നാലും പരമാവധി നേരത്തെ തന്നെ വരും. എന്നാലാണ് എൻ്റെ പണികളെല്ലാം തന്നെ ഒരു 8 മണി ആകുമ്പോഴേക്കും തീർക്കാനുള്ളൊരു ഇതിൽ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കുന്നത് തക്കാളിക്കറിയും അതിൻ്റെ കൂടെ മുതിര വെച്ചിട്ടുള്ള ഉപ്പേരിയും ഉണ്ടാക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നൂലപ്പവും തേങ്ങാപ്പാലും കൂടിയിട്ടാണ് കഴിക്കാനായിട്ട് പോണത്. അപ്പം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തൊട്ട് തന്നെ ഇവിടെ അമ്മച്ചി ഒരു ചാറുകറിയും ഒരു ഉപ്പേരിയും ആണ് എപ്പോഴും ഉച്ചയ്ക്ക് ഉണ്ടാവുക. ഇനി മീൻ എന്തെങ്കിലും വറുക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവും, അല്ലെങ്കിൽ പപ്പടം. കാലത്ത് മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ പലഹാരങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാനും ഫോളോ ചെയ്യണത്. അത് മാറി മാറി ഇങ്ങനെ പച്ചക്കറിയും മീനും അത് ചിക്കനാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ആ രീതിയിലത്തെ ഒരു ഫുഡാണ് എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ചില വീടുകളിലൊക്കെ ഉപ്പേരി ചിലപ്പോൾ 2 തരം ഉണ്ടാവും. അതുപോലെ ഒഴിച്ചുകറിയൊക്കെ, പിന്നെ മീൻ വറുത്തതായാലും ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ എല്ലാ ദിവസമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഒന്നാമത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലതരം കുറേ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കുറച്ച് ബാലൻസ് വരും. നോൺ വെജ് കറികളൊക്കെ ആണെങ്കിൽ ബാലൻസ് വന്നാൽ അടുത്ത ദിവസം എടുക്കുമ്പോൾ അത്ര ഫ്ലേവറിൽ അത്ര മാറ്റം അങ്ങനെ എനിക്ക് തോന്നാറില്ലെങ്കിൽ മീൻ കറി ആയാലും അത്ര കുഴപ്പമില്ല, പുളിയൊക്കെ പിടിച്ച് സെറ്റാവും. പക്ഷേ പച്ചക്കറി ഐറ്റംസൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആദ്യത്തെ ഫ്ലേവർ അങ്ങോട്ട് കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി 2 നേരത്തേക്ക് ആവശ്യമുള്ള കറികളാണ് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ മുതിരയിലുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ട് ആദ്യം ആ കല്ലൊന്ന് കളയും. ചെറിയ ചെറിയ കല്ലൊക്കെ പോവും. പിന്നെ വലിയ കല്ലൊക്കെ നോക്കിയാൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് മുതിര അടുപ്പത്ത് വെച്ചു, കുക്കറിലാക്കി. പിന്നെ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ തക്കാളിക്കറിക്ക് മെയിനായിട്ടും വേണ്ടത് നമുക്ക് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതൊക്കെ വേണ്ടത്. അപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി എടുത്തു ഞാൻ പറയാം കേട്ടോ. ഇതെല്ലാം തന്നെ ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് മുഴുവനായിട്ട്. അപ്പോൾ ഞാൻ ഈ പണികളൊക്കെ ചെയ്യുമ്പോഴേക്കും ഈസയും റോസ് എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ 2 സവാളയാണ് നൈസായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളിയിൽ അല്ലി ചോപ്പ് ചെയ്തത്, ഒരു 5 മുതൽ 6 തക്കാളി കേട്ടോ. തക്കാളിൻ്റെ വലിപ്പനുസരിച്ച് നല്ല പഴുത്ത തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് വിട്ടാൽ ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടത് വെന്ത് കിട്ടണം. ആ നേരം കൊണ്ട് ഞാനിവിടെ മുതിരയുടെ ഉപ്പേരി ഒന്ന് കാച്ചിയെടുക്കുകയാണ് കേട്ടോ. നമുക്കെല്ലാം അരിഞ്ഞൊക്കെ സെറ്റാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറി വെക്കൽ ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് പരിപാടികളൊക്കെ കഴിയും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതുപോലെ എല്ലാം പരമാവധി എല്ലാം അരിഞ്ഞൊക്കെ അടുത്ത് കൊണ്ട് വെച്ചിട്ടാണ് വേഗമൊക്കെ ചെയ്യാറുള്ളത്. രാവിലെ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാൻ നേരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തലേ ദിവസം അരിഞ്ഞ് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ്. മുതിരയുടെ ഉപ്പേരി നമ്മളിതേ കാച്ചിയെടുത്തു. കുറച്ച് തേങ്ങ, എനിക്ക് കൂടുതൽ ഇത്തിരി തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണ്, കാരണം കുറച്ച് ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. കടലയായാലും മുതിരയായാലും പയറായാലും ഇത് 3 ഏകദേശം ഒരേ വൈബാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയർ എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ എന്തായാലും ഉപ്പേരിയൊക്കെ കാച്ചിയെടുത്ത് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇത്തിരി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കടല ഉപ്പേരി കട്ടൻ ചായയും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മുതിരയുടെ ഉപ്പേരി സെറ്റായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തക്കാളിക്കറി ഏകദേശം തക്കാളിയൊക്കെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നാളികേരം, ഒരു മുറി നാളികേരം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട, നാളികേരവും വെള്ളം മാത്രം നന്നായി അരച്ചെടുത്തിട്ട് ഈ തക്കാളി കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി നന്നായി എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം ഈ കറി കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയാവും. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഞാൻ. അത് നന്നായി നൈസായിട്ട് ചോപ്പ് ചെയ്തത് അത് മൊരിയിച്ചെടുക്കുക. വേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായി മൊരിയിച്ചെടുത്ത ശേഷം അതിൻ്റെ മുകളിൽ അങ്ങനെ താളിച്ചിട്ട് കഴിയുമ്പോൾ നല്ല സ്മെല്ലും നല്ല ഫ്ലേവറുമാണ് ഈ കറിക്ക്. ഇതിങ്ങനെ മൂടി വെച്ചിരിക്കണം കുറച്ച് നേരം. കുറച്ച് കഴിയുമ്പോൾ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉച്ചയ്ക്കൊക്കെ എടുക്കുമ്പോഴേക്കും നല്ല സെറ്റാവും.
ഞാനിതെന്തായാലും ഇനി മൂടി ഇവിടെ വെക്കട്ടെ. ഇനി ഞാൻ നൂലപ്പത്തിനുള്ള മാവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. 2 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് ഞാൻ ഏകദേശം ഒരു 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അതിനായിട്ട് വെച്ചിരിക്കുകയാണ്. നന്നായി തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുക്കണേ. ഓരോ അരിപ്പൊടിയുടെ അനുസരിച്ചിരിക്കും ചിലപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരാം. അപ്പോൾ വെള്ളം എത്രത്തോളം ചേർക്കാതില്ല, തിളച്ച വെള്ളമായിരിക്കണം ചേർക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ സ്പൂൺ കൊണ്ട് ഞാനിങ്ങനെ ആക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കൈ കൊണ്ട് പിന്നെ നേരിയ ചൂടോടുകൂടി തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഞാനത് കുഴച്ചെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ സേവനാഴിയിൽ നൂലപ്പം വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ നൂലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എത്ര ഉണ്ടാക്കിയാലും ശരിയാവാത്തൊരു ഐറ്റമായിരുന്നു. ഇങ്ങനെ സേവനാഴിയിട്ട് തിരിച്ചാലും കറക്റ്റായിട്ട് വരില്ല, ഭയങ്കര പാടായിരുന്നു. പക്ഷെ പിന്നീട് അതിൻ്റെ ട്രിക്ക് മനസ്സിലായത് വെള്ളത്തിൻ്റെ തിളപ്പിക്കലാണ് അതിൻ്റെ മെയിൻ ഒരു കാര്യം. നല്ല വെട്ടി തിളച്ച വെള്ളത്തിൽ വേണം നമ്മൾ ഈ പൊടി കുഴയ്ക്കാനായിട്ട്. ആ വെള്ളം ഒഴിക്കുന്നതോടുകൂടി തന്നെ ആ പൊടി ഒരു പകുതി വെന്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ വെച്ച് ആവിക്ക് വെച്ച് വെന്തെടുക്കുമ്പോഴാണ് അത് മുഴുവനായിട്ടും വേവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ തിളപ്പിക്കലാണ് അതിൻ്റെ മെയിൻ. അത് നമ്മൾ അട ഉണ്ടാക്കുമ്പോഴായാലും കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നൂലപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നൂലപ്പം. അവർ ചെറുപ്പത്തിൽ പറയും ന്യൂഡിൽസ് പോലെ ഇരിക്കണു എന്ന് പറയും കേട്ടോ. അവർ ഭയങ്കര ഇഷ്ടം അവർക്ക് നൂലപ്പം. പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ, ഇത്തിരി പഞ്ചസാരയൊക്കെ ചേർത്ത് തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് കറിയുടെ കൂടെയാണ് ആദ്യമേ ഇഷ്ടം. പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നൂലപ്പം കഴിക്കുന്നത് കാണുന്നതും എനിക്കത് ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ എന്തായാലും നൂലപ്പത്തിന് ഞങ്ങളുടെ ഇവിടെ നൂലപ്പം എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെ എന്താണ് പറയുക? ചിലവരൊക്കെ ഇടിയപ്പം എന്നും പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാനാട്ടോ. അങ്ങനെ നമ്മുടെ നൂലപ്പം എല്ലാം ഉണ്ടാക്കിയത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി തേങ്ങയുടെ പാല് നമ്മൾ അരച്ച് പിഴിഞ്ഞ് ഇത് അവിടെ എടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ചിലർ ഏലക്കായുടെ പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ചിലവരങ്ങനെ ചെയ്യും, വേണ്ടവർക്ക് അത് ചെയ്യാം. ഞാൻ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നൂലപ്പവും പാലും സെറ്റായിപ്പിക്കും. മക്കൾ വേഗം തന്നെ ഫുഡ് കഴിക്കുകയാണ്. ചില സമയത്ത് അവർ ടൈം ആയിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അവർ വേഗം വരും കേട്ടോ കഴിക്കാനായിട്ട്. ഞാനിവിടെ വേഗം തന്നെ ചോറ് സെറ്റ് ചെയ്യുകയാണ് മോളുടെ. എനിക്കിങ്ങനെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് ഇതൊക്കെ പാക്ക് ചെയ്ത് അവർ സ്കൂളിൽ ചെന്ന് അതൊക്കെ തുറന്ന് അതൊക്കെ കഴിക്കാൻ എടുക്കുമ്പോൾ അവർക്കതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഞാൻ ആലോചിക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ അതുകൊണ്ടൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് അത് ഫില്ല് ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത് കറക്റ്റായിട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാനെപ്പോഴും പരമാവധി ക്ലാസ്സിലേക്ക് അവരെപ്പോഴും പച്ചക്കറി വെച്ചുള്ള കറികളാണ് കൂടുതലും ഉണ്ടാക്കി കൊടുത്തു വിടാറ്. നോൺ വെജ് അങ്ങനെ സ്കൂളിലേക്ക് കൊടുത്തു വിടാറില്ല. അത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ വീട്ടിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് ആ കറികളൊക്കെ തന്നെ കൊണ്ടുപോകുക. സ്പെഷ്യലായിട്ട് വേറെ മോഡലിലൊന്നും ടിഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാറില്ല. ഇനിയിപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെ അവർക്ക് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കുന്നല്ലാതെ നമ്മൾ വീട്ടിലെന്താ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആ കറികൾ തന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ടിഫിനും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടവലൊക്കെ കെട്ടി ആ കൊതുക്കി വെക്കാം. അങ്ങനെ എൻ്റെ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഇല്ലേ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴായാലും പണികൾ ചെയ്യുമ്പോഴായാലും ഇങ്ങനെ വേറെ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യത്തിൽ ശരിക്കും ഫുൾ കോൺസെൻട്രേഷൻ നമുക്കില്ല. ഫുഡ് കഴിക്കുകയായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൻ്റെ പേരാണ് ദ പവർ ഓഫ് നൗ. അതായത് ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പവർ. അതായത് നമ്മളെപ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴില്ലേ നമ്മൾ ആ ഒരു പ്രവൃത്തിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ബ്ലാങ്ക് ആവുകയും നമ്മുടെ മൈൻഡിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഏത് പ്രവൃത്തി ഫുഡ് കഴിക്കായാലും പാത്രം കഴുകുമ്പോഴായാലും ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് പാത്രം കഴുകുമ്പോൾ വെള്ളം വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ പത വരുന്നത് അതിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമിത ചിന്തകൾ ഉണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇത് കുറയാൻ സഹായിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഇത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാവാം. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ക്ഷമയോടുകൂടിയും ടെൻഷൻ ഇല്ലാതിരിക്കുന്നവർ ചെയ്യുന്നൊരു കാര്യം അതാണ്. അവർ ചെയ്യുന്ന ജോലികളിൽ മാക്സിമം കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം വൈപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടിട്ടുണ്ട്.
അങ്ങനെ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിയുന്നതോടുകൂടി തന്നെ ഇസയും റോസും റെഡി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇസ ഫുള്ളും എല്ലാം പണികളൊക്കെ കഴിഞ്ഞിട്ട് ടിഫിൻ വെക്കാൻ മാത്രമേ ഉള്ളൂ. റോസുവിൻ്റെ ഈ മുടിയൊന്ന് കെട്ടി കൊടുക്കണം, അത് പെട്ടെന്ന് തന്നെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജോലികളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി നേരം ഒന്ന് ബ്രേക്ക് എടുക്കും. കാരണം കുറച്ചധികം നേരമായിട്ട് നമ്മൾ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാനുള്ള തിരക്കായിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോയുടെ കാര്യങ്ങളും അതൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞ് രണ്ടാരും ക്ലാസ്സിലോട്ട് പോവാണ്. അങ്ങനെ മക്കൾ രണ്ടുപേരും ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ ഫ്രീ ടൈമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഫോണിൽ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കാൻ കിട്ടുന്നൊരു ടൈമാണിത്. എനിക്കിഷ്ടപ്പെട്ട കണ്ടൻറ്റ് എന്താ വെച്ചാൽ അതൊക്കെ ഇരുന്ന് കാണും. ഈ പറഞ്ഞ പോലെ തന്നെ പണികളൊന്നും തീർക്കാതെ ഫോണിരുന്ന് നോക്കുമ്പോൾ ഒരു കുറ്റബോധമാണ്. അതായത് നമ്മൾ പരീക്ഷ അടുത്ത ദിവസം ഉണ്ടായിട്ട് പഠിക്കാതെ TV ഇരുന്ന് കണ്ടിട്ട് പിന്നെ അവസാനമാകുമ്പോൾ നമ്മൾ തിക്കും തിരക്കടിച്ച് പഠിക്കുന്നൊരു പഠിക്കലില്ലേ, ആ രീതിയിൽ പറഞ്ഞ മാതിരിയാണ്. നമ്മൾ പണികളൊന്നും ചെയ്ത് തീർക്കാതിരുന്ന് ഫോൺ നോക്കിയിരുന്ന് കഴിയുമ്പോൾ അവസാനം പണി ചെയ്യാനും പറ്റില്ല പ്രോപ്പറായിട്ട്, ഇറിറ്റേഷനുമാണ്, മാത്രമല്ല ഒരു കുറ്റബോധമാണ്. പക്ഷേ പണികൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുന്ന് ഫോൺ നോക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച കാരണം ഞാൻ സമാധാനമായിട്ട് ഫോണൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് മതിയായി എന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്തി എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആദ്യം മക്കളുടെ റൂമാണ് അടിച്ചു വാരിയിടുന്നത്. അവിടെ വലിയ കാര്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല, കാരണം ശനിയാഴ്ചകളിൽ അവരുടെ റൂം അവർ ഡീപ്പ് ക്ലീൻ ചെയ്യും. അപ്പോൾ ഷീറ്റൊക്കെ മാറ്റി ക്ലീനിങ്ങൊക്കെ ചെയ്യും. നേരം കിട്ടിയില്ലെങ്കിൽ ആ ദിവസം ചെയ്യില്ല. നേരം ഉള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ശനിയാഴ്ചയാണ് മിക്കവാറും അവർ ക്ലീനിങ്ങൊക്കെ ചെയ്യുക. ഞാൻ ബാക്കിയുള്ള റൂമുകളൊക്കെ അടിച്ചു വാരിയിടാണ്. ഈ 2 ദിവസം ഈ സാറ്റർഡേ സൺഡേ എനിക്ക് അടിച്ചു വാരാനൊന്നും പറ്റിയില്ല. സൺഡേ സാധാരണ ഞാൻ ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല, സാറ്റർഡേ ആണ് സാധാരണ ചെയ്യാറ്, അത് ചെയ്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പൊടിയുണ്ട്. 2 ദിവസം നമ്മൾ നിർത്തിയാലേ അപ്പോൾ പൊടി പിടിക്കും, മൊത്തം പൊടിയാവും അകത്തൊക്കെ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി പുറത്തുനിന്നും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നടന്ന് പിടിച്ചൊക്കെ വരുമ്പോൾ വരുന്ന പൊടി ഒക്കെയാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടെ അവിടെ നിന്ന് ഇത്രയധികം പൊടി വരണേന്ന്. എന്തായാലും ഇന്ന് ഞാൻ ഫുള്ളൊന്ന് അടിച്ച് വാരി തുടയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏജ് മാറും തോറും ഇല്ലേ നമ്മുടെ ലൈഫിനോടുള്ള കാഴ്ചപ്പാട് ഒരുപാട് ഇങ്ങനെ മാറി വരും കേട്ടോ. എനിക്ക് തുടക്കത്തിലൊക്കെ ഈ ക്ലീനിങ്ങും ഒതുക്കലും ഒക്കെ ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. ആ വീഡിയോ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു മെയിൻ എയിം എന്ന് വെച്ചാൽ ടൈമിന് ജോലികൾ ചെയ്ത് തീർക്കുക. ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലി ഞാൻ ചെയ്യാറുള്ളൂ. ഒരു ദിവസം അടിച്ച് വാരി ഒരു ദിവസം എനിക്ക് തുടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ദിവസം അടിക്കാൻ പറ്റിയില്ല വെച്ചിട്ട് ഓവർ സ്ട്രെസ്സൊന്നും ഞാൻ എടുക്കാറൊന്നുമില്ല. പണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു അഡിക്ഷൻ പോലെയായിരുന്നു ഒതുക്കലും ക്ലീനിങ്ങും, അതങ്ങനെ ഭയങ്കര ഒരു ക്രേസ് പോലെയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അത്ര ഓവറായിട്ട് നോക്കാറില്ല, കാരണം ഇതൊരു വീടാണ്. വീട്ടിൽ 6 പേരുണ്ട്. 6 പേരും 6 പ്രായത്തിലുള്ളവരും 6 തരം ലൈഫ് സ്റ്റൈലുള്ളവരും അവരുടെ ചോയ്സുകളെല്ലാം വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വീട്ടിലാവുമ്പോൾ വീട് പല രീതിയിലിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾ വലുതാവും തോറും അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പ്രായമായവർ പ്രായം കൂടുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ നമ്മുടെ ആ പെർഫെക്ഷനിസം നമ്മൾ ഓവറായിട്ട് കിടന്ന് കാണിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് അത് ഇറിറ്റേഷൻ ആയിരിക്കും, വീട്ടിൽ നിൽക്കാൻ അവർക്ക് തോന്നില്ല. അത് നമുക്കും ഭയങ്കര സ്ട്രെസ്സായിരിക്കും, കാരണം നമ്മൾ ഒതുക്കി വെക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ ഇരിക്കാതാവുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മൾ ചെയ്ത് വെച്ചത് നശിപ്പിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ ഉപരിയായിട്ട് അത് അവർക്കും കൂടി തോന്നിയിട്ട് വേണം അവരത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് അതിലേക്ക് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു ദിവസവും ഒരു സ്വസ്ഥതയും കിട്ടില്ല, കാരണം നമ്മളെപ്പോഴും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു ഇറിറ്റേഷനിലായിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓവറായിട്ട് ഒന്നിലേക്കും ഓവർ ആയിട്ട് സ്ട്രെയിൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്ലീനിങ് എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്ത് ഓവറാവാതെ ഒരു ആവശ്യത്തിനുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് നമുക്കത് ഓവർ സ്ട്രെയിൻ ആവില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിലധികം ചെയ്യുകയും ചെയ്യും, എല്ലാവരും അതേപോലെ തന്നെ നമ്മളോട് തിരിച്ച് ചെയ്യണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിരാശയായിരിക്കും ഫലം. അങ്ങനെ വീടടിച്ച് വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ തുടയ്ക്കാൻ പോവാണ്. സ്പിൻ മോപ്പിൻ്റെ ഇതിലേക്ക് ഞാനൊരു ഫ്ലോറൽ സ്മെൽ, പൂക്കളുടെ ഒക്കെ മണമുള്ളൊരു ലിക്വിഡ് വയ്ക്കണം. ഞാൻ 2-3 ടൈപ്പ് ലിക്വിഡ് ഇങ്ങനെ മേടിച്ച് നോക്കിയിട്ട്, കാരണം എനിക്ക് അടുപ്പിച്ചിങ്ങനെ ഒരേ ഇത് വെച്ച് തുടയ്ക്കുമ്പോൾ മണം അങ്ങനെ ബോറടിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി തുടയ്ക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഒരു ഫ്രഷ്നെസ്സാണ്, നമുക്കും അതേ പുതിയ സ്മെല്ലുകൾ ഇങ്ങനെ വരുമ്പോൾ. പിന്നെ എനിക്ക് വല്ലാതെ ഹാർഷായിട്ടുള്ള സ്മെല്ല് മാത്രം ഇഷ്ടമല്ല, ലൈറ്റായിട്ടുള്ള മണങ്ങളാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ റൂമിൽ എല്ലായിടത്തും തുടയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ എല്ലാ ഐറ്റംസും മാറ്റിയിട്ടുള്ള അടിച്ചു വാരലും തുടയ്ക്കലൊന്നുമല്ല, ആ ഐറ്റംസ് അവിടെ കിടക്കും, ബാക്കി ഒക്കെ തുടയ്ക്കും. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം മാറ്റി തുടയ്ക്കണമെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ അതെനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഇനി നമ്മുടെ ഡീപ്പ് ക്ലീനിങ് റുട്ടീൻ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരിക്കൽ ഒരു റൂം നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ ആ സാറ്റർഡേയിൽ ഒരു റൂം സെലക്ട് ചെയ്ത് ആ റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഒരു സാറ്റർഡേ എൻ്റെ റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത സാറ്റർഡേയിൽ ലിവിങ് ഏരിയ, പിന്നെ ഡൈനിങ് ഏരിയ, പിന്നെ ഒരു ദിവസം കിച്ചൺ,
പിന്നെ നമുക്ക് ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ മക്കളുടെ റൂം അവർ ചെയ്യണ അത് അവർ ക്ലീൻ ചെയ്തിടും. പിന്നെ അപ്പച്ചനമ്മച്ച റൂമും അവർ തന്നെയാണ് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ പിന്നെ അവിടെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ബാക്കി ഏതെങ്കിലും റൂമുകളുണ്ടെങ്കിൽ അവിടെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു മാസത്തിൽ ഓരോ ആഴ്ചയിൽ ഓരോ റൂം വെച്ച് ചെയ്യുമ്പോൾ ഒരു വട്ടെങ്കിലും ആ റൂമിൽ നിന്ന് ഡീപ്പ് ക്ലീൻ ഒരു മാസത്തിൽ ചെയ്ത പോലെയാവും. നമുക്ക് ഓവർ സ്ട്രെയിൻ വരികയില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ആഴ്ചയിലും ഒരു റൂം ഏതെങ്കിലും എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ വീട് ഡെയിലി അടിച്ച് വാരി ഇടുക, ഒന്നരാടം വെച്ചിട്ട് തുടയ്ക്കുക. അപ്പോൾ തന്നെ വീട് ഒരുവിധം നീറ്റായിട്ട് കിടക്കും. അങ്ങനെ ഞാൻ ഇനി എൻ്റെ റൂമും അതുപോലെ തന്നെ അപ്പച്ചനമ്മച്ചിയുടെ റൂമും കൂടി ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് നമ്മുടെ ഈ റൂമുകളുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. റൂമുകളും ഇതെല്ലാം ക്ലീൻ ചെയ്ത ശേഷമാണ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കിച്ചണിലേക്ക് വരാറ്. കിച്ചൺ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ തുടക്കേണ്ടി വരാറുണ്ട് കേട്ടോ. കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ അത് മാത്രമല്ല ബ്ലാക്ക് കളർ ഇങ്ങനെ ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ അതും എന്തഴുക്കായാലും പെട്ടെന്ന് എടുത്ത് കാണിക്കും, വൈറ്റിൻ്റെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് എത്ര തുടച്ചാലും ഇങ്ങനെ പെട്ടെന്ന് അഴുക്ക് പിടിച്ച പോലെ ആവും. അപ്പോൾ അവിടെയും കൂടി തുടച്ച് കഴിഞ്ഞോടുകൂടി നമ്മുടെ ഇവിടുത്തെ അകത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് വാഷ് ബേസിൻ ഞാനൊന്ന് ഒന്നരാടം വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്, മെയിൻ വാഷ് ബേസിൻ. ബാക്കി ടോയ്ലറ്റുകളിലൊക്കെ ഉള്ള വാഷ് ബേസിനൊക്കെ ടോയ്ലറ്റ് ക്ലീൻ ആഴ്ചയിൽ ഒരിക്കലും ക്ലീൻ ചെയ്യുമ്പോൾ അതെല്ലാം അങ്ങനെ ക്ലീൻ ചെയ്യാൻ അതിനിങ്ങനെ സമയമൊന്നുമില്ല. ഇങ്ങനെ വൃത്തിയിടാവണനുസരിച്ച് അങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് കഴുകും. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് ലാസ്റ്റ്. ഇവിടെയും കൂടി ഇനി അടിച്ച് വാരി നമുക്ക് തുടച്ചിടണം. ഇപ്പോൾ ഇവിടെ കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ സമയം അപ്പച്ചനും അമ്മച്ചി ഇവിടെ അപ്പോൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂരലിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, അതുമേണ് അമ്മച്ചി എപ്പോഴും ഇരിക്കുക. അപ്പച്ചന് ഈ ചാരകസേരമാണ് കിടക്കുക. പിന്നെ അതേ ടേബിളും ഉണ്ട്. അപ്പോൾ അവർ കൂടുതൽ സമയം എപ്പോഴും ഇങ്ങനെ പുറത്തിരുന്ന് പേപ്പർ വായിക്കുക, അവിടെ അങ്ങനെ ഇരിക്കുക ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഞാനിവിടെ അടിച്ച് വാരിയൊക്കെ തുടക്കുകയാണ്. മുഴുവൻ പുറത്തേക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അടിച്ച് വാരിയൊക്കെ തുടച്ചിട്ടു. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ തുണികൾ വാഷ് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേഗം തന്നെ എല്ലാം സ്റ്റാൻഡും ഇട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ പണി കഴിയുക. അപ്പോൾ ഈ നേരം ആകുമ്പോഴേക്കും എനിക്ക് ഏകദേശം മതിയായിട്ടുണ്ടാവും. എനിക്ക് ഇതാകുമ്പോഴേക്കും നിർത്തിയാലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ വിചാരിക്കും തുണിയും കൂടി അവിടെ ഇട്ട് കഴിഞ്ഞ് പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ഈ പണികൾ ചെയ്യുന്നതിൻ്റെ നമ്മൾ ക്യാമറയും കൂടി വെക്കുന്ന കാരണം കുറച്ച് സമയം ഇങ്ങനെ പോകും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അപ്പോൾ അത് മാത്രമുള്ള ഒരു കുഴപ്പം. അല്ലെങ്കിൽ കുറച്ചും കൂടി വേഗം നമ്മുടെ പണി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പണികളെല്ലാം തന്നെ കഴിഞ്ഞു. അപ്പോൾ പണി എല്ലാം കഴിഞ്ഞ് ഫ്രഷായി കഴിയുമ്പോൾ തന്നെ നമുക്ക് പകുതി എനർജി നമ്മൾ വീണ്ടും തിരിച്ചു വരും. എന്തായാലും ഇനി ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാൻ പോവാണ്. കാരണം നമ്മുടെ കുറേ അധികം പണികൾ തന്നെ നമ്മുടെ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോണിൽ പതിവ് പോലെ നോക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫോണിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ക്രാഫ്റ്റും അങ്ങനത്തെയൊക്കെ ഇപ്പോൾ കുറേ കാണും. പക്ഷേ ഞാനൊന്നും തന്നെ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അത് ഉണ്ടാക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ വെച്ചാൽ അത്യാവശ്യത്തിനൊക്കെ ഐറ്റംസ് വീട്ടിലുണ്ട്. ഇനി ഉണ്ടാക്കിയിട്ടുള്ള പഴയ ഐറ്റംസ് കുറേ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ എവിടെ കൊണ്ട് വെക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഈസയാണെങ്കിൽ കുറേ ഐറ്റംസ് അവളും ഉണ്ടാക്കി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അവിടെ വെക്കും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല. ഇനി ഞാൻ കുറച്ച് നേരം പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ടിപ്പാണ് ഞാൻ ആദ്യത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ, ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഈ ബുക്കിൻ്റെ പേരാണ് ദി പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുസ്തകം. ഈ ഒരു പുസ്തകത്തിൻ്റെ മലയാളവും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പുസ്തകമായിട്ട് വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാവും. അപ്പോൾ ഞാനിത് വായിച്ചിട്ട് മലയാളം എക്സ്പ്ലനേഷനും കൂടി കേട്ടിട്ടാണ് പല പുസ്തകങ്ങളുടെയും ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കാറ്. അപ്പോൾ ആദ്യം പുസ്തകത്തിൻ്റെ ഒന്നും മലയാളം ഉണ്ടായിരുന്നില്ല ഞാൻ മേടിച്ച സമയത്ത്. പിന്നീട് അതിൻ്റെ മലയാളമൊക്കെ തർജ്ജമ വന്നു. പക്ഷേ അപ്പോഴേക്ക് ഞാൻ മേടിച്ച് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കണേ. അങ്ങനെ അതൊക്കെ വായിച്ച് കഴിഞ്ഞ് ഞാൻ സമയം 1 മണിയായപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കറികളെല്ലാം ചൂടാക്കും. കാരണം കാലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചപ്പോൾ എല്ലാം തണുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് കറികളൊക്കെ നല്ല ചൂടോടുകൂടി ഭക്ഷണത്തിനോട് കഴിക്കണം. അപ്പോൾ ഞാൻ എല്ലാം ചൂടാക്കി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.